കഴിഞ്ഞ വീഡിയോ ഞാൻ കാണിച്ചത് ഗൂഗിൾ ആഡ്സീൻ അക്കൗണ്ടിൽ ID വെരിഫിക്കേഷൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളതാണ്. അത് കാണാത്തവർക്ക് വേണ്ടി ലിങ്ക് ഞാനിവിടെ പിൻ ചെയ്തേക്കാം. ID വെരിഫിക്കേഷൻ കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ടാക്സ് ഇൻഫോ അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതെങ്ങനെയാണെന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ കാണിക്കുന്നത്. നമ്മുടെ വീഡിയോകൾക്ക് ഏതൊക്കെ കൺട്രികളിൽ നിന്ന് ആഡ് റൺ ചെയ്ത് ഇൻകം ജനറേറ്റ് ചെയ്യുന്നു എന്നതിനെ ബേസ് ചെയ്തായിരിക്കും ഗൂഗിൾ നമുക്ക് ഇവിടെ ഏതൊക്കെ കൺട്രികളുടെ ടാക്സ് ഇൻഫോ അപ്ഡേറ്റ് ചെയ്യണമെന്ന് കാണിക്കുന്നത്. എനിക്കിപ്പോൾ ഇവിടെ US-ൻ്റെയും സിംഗപ്പൂരിൻ്റെയും ടാക്സ് ഇൻഫോ അപ്ഡേറ്റ് ചെയ്യാനുള്ള മെസ്സേജ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ടാക്സ് ഇൻഫോ അപ്ഡേറ്റ് ചെയ്യാനായിട്ട് ഇവിടെ റൈറ്റ് സൈഡിലുള്ള ഈ ആഡ് ടാക്സ് ഇൻഫോ എന്നുള്ള ബട്ടനെ ക്ലിക്ക് ചെയ്യുക. നമുക്ക് അപ്ലോഡ് ചെയ്യാനുള്ള ഡോക്യുമെൻറ്റിൻ്റെ ഫയൽ ഫോർമാറ്റ് എന്ന് പറയുന്നത് PNG, JPG അല്ലെങ്കിൽ PDF ഈ ഏതെങ്കിലും ഒരു ഫോർമാറ്റിലായിരിക്കണം. പിന്നെ ഇത് ക്ലിയർ ആയിട്ടുള്ള കളർ കോപ്പി ആയിരിക്കണം. ഈ ഡോക്യുമെൻ്റ് ഏതെങ്കിലും ഫോൾഡറിൽ സേവ് ചെയ്ത് വെച്ചതിന് ശേഷം ഈ സ്റ്റാർട്ട് ഫോം എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ബിസിനസ് ടൈപ്പ് ഇൻഡിവിജ്വൽ ഓർ സോൾ പ്രൊപ്പറേറ്റർ എന്നുള്ളത് സെലക്ട് ചെയ്യുക. ഈ സെക്ഷൻ നോ കൊടുക്കുക. അടുത്തത് ഈ ഓപ്ഷൻ നോയാണ് കൊടുക്കേണ്ടത്. ഡബിൾ ടാക്സേഷൻ അവോയ്ഡ് ചെയ്യുന്നതിന് വേണ്ടി ഈ കൺട്രികളുമായി ടാക്സ് ട്രീറ്റി എഗ്രിമെൻ്റ് ഉള്ള കൺട്രി ആണോ നമ്മുടേത് എന്ന് അറിയുന്നതിന് വേണ്ടിയാണ് ഈ ഇൻഫർമേഷൻസ് കൊടുക്കുന്നത്. ഇങ്ങനെ ടാക്സ് ട്രീറ്റി എഗ്രിമെൻ്റ് ഉള്ള കൺട്രി ആണെങ്കിൽ ഇവിടെ നിന്നുള്ള ടാക്സിന് നമുക്ക് എക്സംഷൻ കിട്ടും. അതുകൊണ്ട് ആർ യു എലിജിബിൾ ഫോർ ടാക്സ് എക്സംഷൻസ് എന്നുള്ളിടത്ത് യേസ് വേണം കൊടുക്കാൻ. സെലക്ട് ഡോക്യുമെൻറ്റ് ടൈപ്പിൽ ടാക്സ് റെസിഡൻസി സർട്ടിഫിക്കറ്റ് സെലക്ട് ചെയ്യുക. അപ്ലോഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് നമ്മൾ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന പാൻ കാർഡിൻ്റെ ഫയൽ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഫയൽ അപ്ലോഡായി കഴിയുമ്പോൾ സബ്മിറ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. നമ്മൾ ഈ പാൻ കാർഡ് അപ്ലോഡ് ചെയ്ത് സബ്മിറ്റ് ചെയ്ത ഉടനെ തന്നെ ഇവിടെ സ്റ്റാറ്റസ് അക്സെപ്റ്റഡ് എന്നായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സിംഗപ്പൂരിൻ്റെ ടാക്സ് ഇൻഫോ അപ്രൂവ് ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് അടുത്തത് വേണ്ടത് US-ൻ്റെ ടാക്സ് ഇൻഫോ ആണ് അപ്ഡേറ്റ് ചെയ്യേണ്ടത്. ഇനി അതെങ്ങനെയാണെന്നുള്ളത് നോക്കാം. US ടാക്സ് ഇൻഫോ സെക്ഷനിൽ ഈ റൈറ്റ് സൈഡിലായിട്ടുള്ള ആഡ് ടാക്സ് ഇൻഫോ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഈ ഒരു വിൻഡോ ഓപ്പണായി വരും. ഇതിൽ ഈ സ്റ്റാർട്ട് ഫോം ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഈ ഒരു പേജിലേക്ക് വരുന്നതായിരിക്കും. ഇവിടെ ആണ് നമ്മൾ ടാക്സ് ഇൻഫോ അപ്ഡേറ്റ് ചെയ്യേണ്ടത്. അപ്പം അതിനകത്ത് യുണൈറ്റഡ് സ്റ്റേറ്റ് ടാക്സ് ഇൻഫോയിൽ നമ്മുടെ ടൈപ്പ് എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ ആയിട്ട് സെലക്ട് ചെയ്യുക. ദെൻ നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ആർ യു സിറ്റിസൺ ഓർ റെസിഡൻസ് ഓഫ് യുണൈറ്റഡ് സ്റ്റേറ്റ് നോ കൊടുക്കുക. സെലക്ട് WA ടാക്സ് ഫോം ടൈപ്പ് എന്നുള്ളിടത്ത് ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം സ്റ്റാർട്ട് W8BN ഫോം എന്നുള്ള ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഇന്ത്യ സെലക്ട് ചെയ്യുക. ഇനി ഫോറിൻ TIN എന്നുള്ള ഈ ഒരു ബോക്സിൽ പാൻ കാർഡ് നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മുടെ അഡ്രസ്സ് കറക്റ്റായിട്ട് എൻട്രി ചെയ്ത് കൊടുക്കുക. മെയിലിംഗ് അഡ്രസ്സ് സെയിം തന്നെയാണെങ്കിൽ ഈ ചെക്ക് ബോക്സ് ടിക്ക് ചെയ്ത് നെക്സ്റ്റ് കൊടുക്കുക. ഇന്ത്യയും US-ഉം തമ്മിൽ ടാക്സ് ട്രീറ്റി എഗ്രിമെൻ്റ് ഉള്ള രാജ്യങ്ങളായതുകൊണ്ട് ടാക്സ് എക്സംഷന് വേണ്ടി അപ്ലൈ ചെയ്യാവുന്നതാണ്. അതിനായി യെസ് ക്ലിക്ക് ചെയ്യുക. ഈ ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. കൺട്രി ഇന്ത്യ ചൂസ് ചെയ്യുക. ഈ ഓപ്ഷൻ ടിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ആർട്ടിക്കിൾ 7 ആൻഡ് പാരഗ്രാഫ് 1 സെലക്ട് ചെയ്യുക. 0% ചൂസ് ചെയ്ത് കൊടുക്കുക. ഈ ഓപ്ഷൻ ടിക്ക് ചെയ്ത് കൊടുക്കുക. ഇനിയുള്ള ഓപ്ഷനുകളെല്ലാം ഇതുപോലെ ആർട്ടിക്കിൾ ആൻഡ് പാരഗ്രാഫ് ചൂസ് ചെയ്ത് ടാക്സ് റിഡക്ഷൻ്റെ പെർസെൻറ്റേജ് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇനി നെക്സ്റ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഈ ഓപ്ഷനിൽ നോ ചൂസ് ചെയ്യുക. അതിനുശേഷം ഈ ഒരു ഓപ്ഷൻ
ടിക്ക് ചെയ്ത് കൊടുത്ത് നെക്സ്റ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ടാക്സ് ഡോക്യുമെൻറ്റ് ഹാർഡ് കോപ്പി മെയിലിൽ വേണ്ട എന്നുണ്ടെങ്കിൽ ഈ ഗോ പേപ്പർലെസ് എഗ്രിമെൻറ്റ് അക്സെപ്റ്റ് ചെയ്ത് നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി. ഡോക്യുമെൻറ്റ് പ്രീവിയസ് സെക്ഷനിൽ നമ്മൾ കൊടുത്ത ഡേറ്റ എല്ലാം ഒന്നുകൂടി വെരിഫൈ ചെയ്തതിന് ശേഷം കൺഫർമേഷൻ കൊടുക്കുക. ഈ ഒരു ഓപ്ഷൻ ടിക്ക് ചെയ്യുക. ഇനി താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഓപ്ഷൻ കൂടി സെലക്ട് ചെയ്യുക. അതിനുശേഷം സബ്മിറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്ലോഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഇവിടെ പറഞ്ഞിരിക്കുന്ന ഡോക്യുമെൻറ്റിൽ ഏതെങ്കിലും ഒന്ന് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. ഡ്രൈവിംഗ് ലൈസൻസ് ആണ് ഞാനിവിടെ ഡോക്യുമെൻ്റായിട്ട് അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്നത്. ഫയൽ അപ്ലോഡ് ആയി കഴിയുമ്പോൾ സബ്മിറ്റ് ഡോക്യുമെൻറ്റ്സ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ US ടാക്സ് ഇൻഫോ അപ്ഡേറ്റ് ആയിട്ടുണ്ട്. ഇതിപ്പോൾ റിവ്യൂവിൽ പോയിരിക്കുകയാണ്. 7 വർക്കിംഗ് ഡേയ്സിനുള്ളിൽ ഇത് അപ്രൂവ് ആവുന്നതായിരിക്കും.